മാനിഷാദാ എന്താ ബർത്തടിക്കുമ്പോ ഈ ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. മാനിഷാദാണ് പൊക്കോ. നീ എങ്കിലും പോയി അക്കരെ പോയി രക്ഷപ്പെടും. എടേ അക്കരെ പറഞ്ഞു വിടാൻ വരെ എന്താ ഗൾഫിൽ പോകണം? ആകെ 3-4 വരെ ഉള്ളൂ. ശശിയേട്ടൻ ഇത് കണ്ടില്ലേ? എഴുന്നേറ്റ് പോടെ. ഞാനെന്തോ കുറ്റിയും പറിച്ചോണ്ട് ഓടി വരുന്നേ. എന്തുവാടാ എന്താടാ എന്തുവാടാ? ഇപ്രാവശ്യം തെക്കേക്കരക്കട നമ്മളോട് മത്സരിക്കാനില്ലെന്ന്. അയ്യോ എന്റെ വാണം. അതെന്താടാ കാര്യം? എല്ലാ പ്രാവശ്യവും നമ്മുടെ തോക്കല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മ നമ്മളോട് ഇല്ലെന്ന്. അത് കുഴപ്പമില്ല അണ്ണാ, നമുക്ക് മൊട്ടക്കുന്ന് പോവാം. മൊട്ടക്കുന്ന് നമ്മുടെ സുഭാഷിന്റെ വീട് ഉണ്ടല്ലോ, അവിടെ ചെന്നാണ് ഇഷ്ടം പോലെ വേണം ഇവിടെ. അപ്പൊ നമ്മുടെ വാണ ആകാശത്ത് കിടന്ന് വടവടാ അപ്പൊ നമ്മള് ഇതൊക്കെ ആകെ പുല്ലാണ് കൂടെ. മുണ്ടോ അതില്ല ചൊറി. ചായനോടെ അമ്മ പറഞ്ഞു ഇതിലെ പശു കൊടുക്കാൻ പറഞ്ഞു. അമ്മമാര് പണി തുടങ്ങിയാൻ തോന്നുന്നു കേട്ടോ. നീ വേഗം മഞ്ഞ വേണം പോയി പൊട്ടിത്തന്നെ. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്ര നേരം? ഈ വിജയണ ഇത് കിട്ടി തണ്ടായോ? ഇങ്ങോട്ട് കുറഞ്ഞിട്ടാ വെറൈറ്റി സാധനങ്ങളാണ് കണ്ടോ. ഇങ്ങോട്ട് എടുക്കടാ, മറ അണ്ണാക്കിട്ട് പൊട്ടിക്കണ കാണിച്ച് തരാടാ നിന്നെയൊക്കെ. കേട്ടോ 1000 കളറാണ്, 1000 കളർ. ഇതൊക്കെ പൊട്ടുവാടേ. അത് ഒട്ടും. ഇത് സെഞ്ചുറി വേണം, സെഞ്ചുറി വേണം. 100 കളറാ. അപ്പൊ ഇതാ അത് 20 കളർ. ആദ്യം 20 തൊട്ട് പിന്നെ 20 തൊട്ട്. ഇങ്ങോട്ട് പെറുക്കിടാ, ഇവന്റെയൊക്കെ അണ്ണാക്കിട്ട് പൊട്ടിക്കും. പെറുക്കിട് പെറുക്കിട് കാണിച്ച് തരാടാ. എടാ എന്റെ ജിംബ്രൂട്ടാ, എന്റെ മുത്താടാ. അല്ലേലും വാണം കൊണ്ടുവരാൻ ഇവനെ കഴിഞ്ഞുള്ള ആള്. നമ്മുടെ കളി വണ്ടിക്കാത്തിരിക്കുന്ന പെറുക്കൊണ്ട് വാടാ. നമ്മളിന്ന് ജയിച്ചടാ. എന്റെ വെടിപ്പുര അമ്മച്ചി ഒറ്റവസ ദൈവമേ, എന്റെ തീപ്പെട്ടിക്കൊള്ളി, വാണപരമ്പര ദൈവങ്ങളെ, ഞാനും എന്റെ പിള്ളാരും വിടുന്ന ഓരോ ബാണങ്ങളും ഒരു പുലിക്കേശിയുടെ മടയിലും പോയി പൊട്ടാതെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേരണേ മക്കളെ. ഇത് പൊട്ടിക്കാനുള്ള കുപ്പി എന്തേടാ? അണ്ണാ വിജയണ പറഞ്ഞത് ഇത് കൈ വെച്ച് പൊട്ടിക്കാന്നാ. കൈവാണോ? അല്ലല്ലോ, ഇത് കുപ്പിക്കകത്ത് വെക്കാതെ അല്ല കൈ കൊണ്ട് വിടാന്ന്. പൊട്ടിക്കടാ. എന്നാ പൊട്ടിക്കാം. കാണിക്കുന്നത് ഒരു ഉണ്ടയാണോ? അണ്ണാ പുഷ്പം പുതിയ സ്റ്റെപ്പ് പഠിച്ചിരിക്കേ. കാട്ടിട്ടുമാ അണ്ണാ തമിഴാ? കാട്ട് കാട്ട്, നിങ്ങൾ എന്തെങ്കിലും കാട്ട്. നിങ്ങളിത് ആശാ പഠിപ്പിച്ചാണോ? எப்படி இருக்கு? ഇതൊക്കെ താഴെയൊക്കെ മനുഷ്യ. അതല്ലടി എന്റെ ആശാൻ എന്റെ ഡാൻസ് കണ്ടിട്ട് ചോദിക്കുക, നീ പെരിയ ആളായി പോച്ച് இந்த மாதிரி എപ്പോഴും കത്തിക്കുന്നത്. കത്തിയാ? ഗുണ്ടല്ലേ, നിങ്ങളുടെ ഈ കത്തി കാണും. ഈ കത്തിക്കെന്ന് പറഞ്ഞാൽ പഠിച്ചത്. ഓ അങ്ങനെ. അണ്ണാ ഇവിടെ വന്നോടി. അയ്യോ നീ പാത്രം എടുത്തോളൂ. എന്തിനാണ് പാത്രം? പാത്രം എടുത്തോളൂ പാടി. അടുത്തത് നമ്മുടെ മാസ്റ്റർ പീസ് 1000 വർണ്ണങ്ങൾ വിതറുന്ന വാണം. എടുത്തങ്ങോട്ട് വെക്കടാ. ഇത് മോളിച്ചെന്നങ്ങോട്ട് പൊട്ടിയാലുണ്ടല്ലോ
നമ്മൾ ജയിച്ചതായിട്ട് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുന്നു. അതെ കത്തിക്കോ മോനെ. എന്തേടാ നിന്റെ 1000 വർണ്ണങ്ങള്? കത്തിച്ച നീയല്ലേടാ, പോയി നോക്കിട്ട് പോടാ. എവിടെ പോയി വീണ? എന്തുവാണ് പണിവാളി അണ്ണാ, പണിവാളി. എന്താ? നമ്മളെ പായൊക്കെ കെട്ടിപ്പറക്കി പോന്നാ നല്ലത്. അയ്യോ എന്ത് പറ്റി? നമ്മളെ വിട്ട വാണം ഉണ്ടല്ലോ, 1000 വർണ്ണമാണ് വിരിഞ്ഞാ മതി. ആണോ? എവിടെ? ഇതെന്തൊരു ഇരിപ്പാ മനുഷ്യ, നാട് നിർമ്മിച്ച ഗുണ്ടയാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? കുണ്ടിനറിയില്ലല്ലോടി ഞാനൊരു ഗുണ്ടയാണെന്ന്. പുഷ്പം അവന്മാര് നിർത്തിയെന്ന് തോന്നുന്നു. അടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് മുള്ളിയിട്ട് വരട്ടെ. ഓടില്ല. നമ്മളെ പേടിച്ച് അങ്ങേര് താമസം ഇങ്ങോട്ട് മാറ്റിയെന്ന്. എന്റെ ദൈവമേ, എന്റെ പെണ്ണും പുള്ളിയുടെ അയൽക്കൂട്ടത്തിലെ പൈസയും പോയി. എന്തായാലും എന്തു അണ്ണ, പുലിയേശിയുടെ മുട്ടി പച്ചയും മഞ്ഞയും നീലയും എല്ലാം വിരിഞ്ഞില്ലേ? പോടാ. അണ്ണാ നമ്മളിങ്ങ ഇരുന്നാ മതി അണ്ണാ, ആ പുലികേശി അണ്ണ പോന്ന് കാണണ്ടേ? ഓ അങ്ങോട്ട് നിന്ന് കയറി കൊടുത്താൽ മതി. അണ്ണാ എന്നാലും ഒരു മാനസിക പരിഗണന വെച്ച്. നല്ലതാ, ആ മതം പെട്ടി നിൽക്കുന്നവരോട് തന്നെ വേണം മാനുഷിക പരിഗണന. ചെന്ന് കേറിക്കൊടു. ഇജടെ വന്ന് മതം പൊട്ടിയത് നാട്ടുകാരാ സഹിച്ചത്. മതയാനെ പോയെന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എന്താ ഒരു വഴി. മാസ്ക് എത്ര ഉണ്ട് ഇത്? 200 രൂപ കിട്ടും. 200 കിട്ടും. ഇവിടെ നാളെ പോലെ ഞങ്ങളുടെ തൊട്ടാ. വേണ്ട വേണ്ട, നിങ്ങളുടെ അത് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് നിങ്ങൾ വേണ്ട. അണ്ണ ഒരു ഐഡിയ, നിങ്ങൾ ഇവിടെ ഒക്കെ ഞങ്ങൾ ഇപ്പൊ വരാം. പിന്നെ വർക്കൗട്ട് ആവോടാ? നമുക്ക് പൊളിക്കും നമ്മൾ. അതെ, നമ്മുടെ ഐഡിയ എന്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ? അല്ല എന്തേലും പണ്ടാരം ചെയ്യും. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ? നാളെ ഒരു പരിപാടിയുണ്ട്, ആ. നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം. ഇല്ല ഇല്ല, കാശ് തരാവടോ, വെറുതെ വേണ്ട. വേണ്ട 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 200 രൂപ അങ്ങ് തരും. വേണ്ട. അണ്ണാ ഒരു നല്ല കാര്യത്തിനല്ലേ? ശരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 400 രൂപ. ആ, പക്ഷേ അണ്ണാ അഡ്വാൻസ് മുൻകൂർ തരണം. പിള്ളേർ വളരെ അഡ്വാൻസ്ഡ് ആണല്ലോ. അണ്ണാ ഓക്കെ അല്ലേ? അണ്ണാ ഒരു നല്ല കാര്യത്തിനാ സമ്മതിച്ചു, അങ്ങനെ തന്നെ. ആ ശരി, അപ്പൊ ഓക്കെ അല്ലേ? എടാ ഈ പാം വല്ല നടക്കുവോടാ? അണ്ണാ അണ്ണനറിയാതെ എന്റെ പ്ലാൻ പക്കായ 100ൽ 100. ഞാനിപ്പോ വരാവേ. ഒന്നുമുള്ളാനുള്ളിൽ മോഹം സുരലോകം സരോജ. അവളെ നിന്റെ പ്രേമേട്ടല്ലേ ഇവിടെ മാവേലി വേഷം തകർത്തോണ്ടിരിക്കുക, കാണാൻ വരുന്നില്ലയോ? അതെ, പറവമുക്ക് ആ ഫോട്ടോ കണ്ടില്ലയോ? ഇനി വേണോ? അയച്ചുതരാം, കുഴപ്പമില്ല. നീ വാ കേട്ടോ. നീ വന്നതിന് ശേഷമേ അണ്ണൻ ഈ തുണി അയക്കത്തുള്ളൂ കേട്ടോ. ഫോട്ടോ ഞാനിപ്പോൾ അയച്ചു തരാം കേട്ടോ. വേറെ വേറെ അങ്ങനെ നമ്മുടെ സുരേഷ്
അല്ലാതെ സരോജം അല്ലല്ലോ. എവിടുന്ന്? നമ്മളെ മുക്കിനത്തെ കണ്ണനായിരുന്നു. അവൻ പറയുന്നു 10 ദിവസം ഈ വേഷം ഇട്ടുകൊണ്ട് അവൻ്റെ ജ്വല്ലറി പോയി നിൽക്കാൻ. നമ്മുടെ വെട്ടത്ത് മുക്കിന് തന്നെ 1000 രൂപയും ബിരിയാണിയും തരാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. എൻ്റെ ശശികണ്ഠനെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ പോകാൻ ഒക്കുമോ? മനസ്സമാധാനം തരുവോടെ നീയൊക്കെ എനിക്ക് ജീവിതത്തിൽ? അണ്ണാ അങ്ങനെ പറയാതണ്ണ. എന്ത് വേണ ഇത്? നടക്ക്. സുരലോക ജലധാര ഒഴുകി ഒഴുകി മൂത്രം ഒഴിക്കാൻ ഓരോരോ കാരണങ്ങളെ. സൈക്കിൾ പീറകൃതി. എങ്ങനെയുണ്ടേ? കൊള്ളാടാ. എന്തൊരു ദുഷ്ടത്തിയാണ് നീ. ശരിയാ, ഈ പെണ്ണുമ്പളെ എന്തൊരു ദുഷ്ടത്തിയാ. എനിക്കൊരു ബിസ്ക്കറ്റ് തരാ. പിന്നെ നിങ്ങൾ രണ്ടിനും കൊണ്ടോണ്ടേ, ഞാൻ ഒറ്റയ്ക്കാ. അവിടെ അടയും കാണാൻ മനുഷ്യ. ഞാൻ ബാഹുബലി, മഹാബലി. ഈ പെൺപിള്ള ഏതാണൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പോവാ, എനിക്ക് നടക്കുന്നു. പുലികേശണ്ണനെ ഒന്ന് കാണാൻ വന്നതാ. അല്ല, കീഴ്ക്കമളിന്നാ. എങ്ങനെയുണ്ട് ഇപ്പം പുലികേശണ്ണൻ? ഒന്നും പറയണ്ട കൊച്ചാട്ടാ. അല്ല ബാഹുലി എണ്ണ മഴക്കാറ്റടിച്ച് തണുത്ത 1-2 തുള്ളി വന്ന് വീണ്. അണ്ണന് പൊള്ളൽ എങ്ങനെയുണ്ട്? അണ്ണൻ എപ്പോഴും നല്ല മൂടാന്ന് ഞാൻ പറയുന്നത് കൊണ്ടേ അണ്ണൻ എന്നെ കൊണ്ട് നോക്കിക്കത്തില്ല. നിങ്ങൾ നോക്കിക്കേ. എന്ത് പറഞ്ഞത്? മൂടോ അതോ കാടോ? ചേച്ചി ഇവിടെ അൽഫാം മട ഏതോളെ? ജ്യൂസിയാണോ പിരിവിരിയാണോ? ജ്യൂസി മതി. ആ വളവിന് കിട്ടും. ഇതാണ് എന്റെ മോഡ്. നീ എന്താ വട്ടത്തിരിക്കുന്നത്? ഒന്നല്ലല്ലോ 2 എണ്ണം അല്ലേ? എന്നാലും എൻ്റെ ചേച്ചി ഇത് ചെയ്തവന്മാർ വല്ലാത്ത ചെയ്ത്താ ചെയ്തു പോയത്. അതെ എൻ്റെ അണ്ണൻ്റെ പിന്നാമ്പറം കളഞ്ഞവന്മാരെ തല ഇടുത്തി വീഴും. ആദ്യം അവന്മാരാണ് എൻ്റെ ഉമ്മറം കളഞ്ഞ്, പിന്നെ പിന്നാമ്പറം കളഞ്ഞ്. അവന്മാരെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവന്മാരെ പിഴിഞ്ഞെടുക്കും. ചേച്ചി ഞങ്ങൾ പോയിട്ട് അടുത്ത ഓണത്തിന് വരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? അണ്ണാ വേണ്ട അവന്മാര്. എലിവാണം വിട്ട് പുലിപാല് പിടിച്ച് വീണ്ടും ശശി അണ്ണനും പിള്ളേരും വാണക്കളി തീക്കളിയാകുമ്പോൾ പുകില് പിടിച്ച് പുലികേശി പുതിയ പുകിലുമായി ഇനി അടുത്ത ഓണത്തിന് കാണാം. അതുവരെ വണക്കം. खत्म, बाय बाय, टाटा, गुड बाय, गया.